ഹലോ എവ്രി വൺ, വെൽക്കം ടു കിച്ചൂസ് യൂണിവേഴ്സ്. ഇന്ന് നമ്മൾ വളരെ പ്രത്യേകതയുള്ള ഒരു അമ്പലത്തിലേക്ക് പോവാന്ന് വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏതാ അമ്പലം എന്നുള്ളത് അവിടെ പോയിട്ടേ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ. അത് സസ്പെൻസ് ആണ്. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്ക് എന്റെ ബ്രദർ വാങ്ങി തന്നതാണ്. വളരെ നന്ദി. അപ്പൊ നമുക്ക് പോവാം. പോയി അമ്പലവും പരിസരവും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. കേറി വാടാ മക്കളെ. ഇവിടെ എന്തോ ഉണ്ട് ഗൈസ്, നമുക്കൊന്ന് കേറി നോക്കിയിട്ട് പോവാം. കുട്ടിമാനൊക്കെ ഉണ്ട്. ഭക്ഷണം കൊടുക്കാന്ന് തോന്നുന്നു. ഇവിടെ അവര് വെച്ചിട്ടുണ്ട്, കുറച്ച് കൊടുത്തു നോക്കാം. തിന്നുമായിരിക്കൂലേ? പിടിച്ചു വലിക്കും. ഇത് ചിൽക്കൂറുള്ള ഒരു മൃഗവാണി നാഷണൽ പാർക്കാണ്. ഒന്നുമില്ല, ഒരു കുറച്ച് മാങ്കൂട്ടം മാത്രമേ ഉള്ളൂ. അവരെയൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഗായ്സ്, ഫൈനലി നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ അങ്ങനെ അമ്പലം എത്തിയിരിക്കുകയാണ്. പറഞ്ഞ അമ്പലം ഇതാണ്, ലോട്ടസ് ടെമ്പിൾ. കമൽദം മന്ദിർ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. 1986 ഈ അമ്പലം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ വിഷ്ണു ഭഗവാൻ, ശിവഭഗവാൻ, പാർവതി ദേവി, ഗണപതി, പിന്നെ സൂര്യഭഗവാൻ, ഇങ്ങനെ 5 പേരുടെ പ്രതിഷ്ഠയാണ് ഈ അമ്പലത്തിൽ വെച്ചിട്ടുള്ളത്. പിന്നെ നർമ്മദാ നദിന്ന് ശിവലിംഗം എടുത്തിട്ട് വന്നിട്ടാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ബഹായി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരുടെ 7 അമ്പലങ്ങളിൽ ഒരമ്പലമാണ് ഈ കാണുന്ന ലോട്ടസ് ടെമ്പിൾ. ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തില് താമര നിൽക്കുന്ന പോലെയാണ്. അപ്പൊ ആ താമരയുടെ മുകളിലായിട്ടാണ് ഈ ഒരു അമ്പലം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ അമ്പലത്തിന്റെ 2 സൈഡായിട്ട് ആന മുകളില് 2 ആൾക്കാർ ഇരിക്കുന്ന പോലെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ അതൊരു കാവൽക്കാരോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമുക്ക് സങ്കല്പിക്കാം. എൻട്രൻസ് അതാന്ന് തോന്നുന്നു. നമുക്ക് ആ വഴി കയറിയിട്ട് ഈ വഴി ഇറങ്ങാം. കമൽദം മലയാളത്തിൽ നമ്മൾ കമലദളം എന്നായിരിക്കും അല്ലേ? കമലദളം എന്നായിരിക്കും. ഇവരുടെ പിന്നെ ലാംഗ്വേജ് വേറെ ആയതുകൊണ്ട് ഒരക്ഷരം വിട്ടുപോയി. കമൽദം എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും വളരെ പ്രത്യേകതയുള്ള ഒരു അമ്പലം. ഗണപതി എൻട്രൻസിൽ തന്നെ ഗണപതി ഭഗവാനാണ്. അമ്പലം ഫുള്ള് പണി കഴിപ്പിച്ചിട്ടുള്ളത് മാർബിളാണ്. ഇവിടെ ഫ്ലോർ ആയാലും എല്ലാം മാർബിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വിഷ്ണു ഭഗവാൻ അല്ല, രാമൻ, ലക്ഷ്മണൻ, സീത ആയിരിക്കും. ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. അതെ, ഹനുമാനുണ്ട്, രാമലക്ഷ്മണ സീത. നമ്മളിപ്പോൾ സമയം വൈകിയത് കൊണ്ട് തന്നെ അമ്പലം ക്ലോസ്ഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹിസ്റ്ററി ഡീറ്റെയിൽസ് എല്ലാം അവർ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. നർമ്മദാ നദിയിൽ നിന്ന് എടുത്ത ശിവലിംഗമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹനുമാന്റെ ഒരു പ്രതിഷ്ഠ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൃഷ്ണനും രാധയും
പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്ന് പറയണത് ശിവലിംഗം തന്നെയാണ്. ഇത് നമ്മളിവിടെ ഒരു ശരിക്കും എന്താ പറയാ, ഒരു താമരയുടെ മുകളിൽ കൂടെ ചുറ്റി വന്ന പോലെ. വളരെ ചെറിയൊരു അമ്പലമാണ്, പക്ഷെ അതിൻ്റെ ആ സ്ട്രക്ചറും പിന്നെ അതിൻ്റെ ഐതിഹ്യങ്ങളും അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അമ്പലത്തിൻ്റെ 2 സൈഡായിട്ട് അത് 2 പ്രതിഷ്ഠകളാണ്. അവരൊരു ഗോപുരം അല്ലെങ്കിൽ ഒരു കുംഭത്തിന്റെ ആ ഒരു മോഡലിലേക്കാണ് അത് ചെയ്തിട്ടുള്ളത്. അത് അമ്പലത്തിന്റെ വലത് സൈഡായിട്ട് ഗുരുകുല ഗോശാലയും പിന്നെ യാഗശാലയും ആണ്. ഗോശാലയിൽ പശുക്കൾ ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് പോയി നോക്കാം. ആദ്യം ഗോശാലയിൽ പോവാം. മേയാൻ പോയിട്ടുണ്ടാവും ചിലപ്പോ. ഉണ്ട് 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 ഉണ്ട്, പശുവാണത്. ഇതെന്താ മുതുകില് മുഴച്ചു നിക്കണേ? തൊടാൻ പറ്റില്ല തോന്നുന്നു അല്ലേ? പശുവാണ്. ഇതെന്തും അറിമായും പശു ഇങ്ങനെയാ? മൈൻഡ് ചെയ്യണില്ലല്ലോ. അടുത്തായിട്ട് നമുക്ക് ഗുരുകുല യാഗശാലയിലേക്ക് പോവാം. എന്തോ യാഗം നടന്നിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്നു. അമ്പലമായതുകൊണ്ട് കാലത്ത് ഡെയിലി എന്തെങ്കിലുമൊക്കെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്തോ നടന്നിട്ടുണ്ട്. ഈ വ്ളോഗിലൂടെ നമ്മൾ ഹൈദരാബാദിലെ ലോട്ടസ് ടെമ്പിൾ എന്താണ്, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എല്ലാം നമ്മൾ അറിഞ്ഞു, കണ്ടു. ലോട്ടസ് ടെമ്പിൾ എന്താണെന്ന് നിങ്ങളൊക്കെ കണ്ടു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അടുത്ത ഒരു വ്ളോഗിലൂടെ പുതിയ സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വൺസ് അഗെയിൻ വെൽക്കം ടു കിച്ചൂസ് യൂണിവേഴ്സ്.